ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഹൈദരാബാദിലേക്കാണ് പോകുന്നത്. ജാനുവരി 24-നാണ് പുറപ്പെട്ടത്. 3 ദിവസത്തെ പാക്കേജ് ആയിരുന്നു. ജാനുവരി 26-ന് വീട്ടിൽ തിരിച്ചെത്തി. ഇത് എൻ്റെ 4ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. കുട്ടികളടക്കം ഞങ്ങൾ 19 പേരാണ് ഉണ്ടായിരുന്നത്. 8:30 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഹൈദരാബാദിലെത്തി. അതിനുശേഷം ഞങ്ങൾക്കായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ബസ്സിൽ കയറി ആദ്യം ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഇറങ്ങിയത്. രാവിലത്തെ ഭക്ഷണം പാക്കേജിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമുക്ക് അവിടുത്തെ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെടില്ല, എന്തെങ്കിലും കഴിക്കേണ്ട നിവൃത്തിയില്ലല്ലോ. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി റൂമിലേക്ക് പോയത് വൈകുന്നേരമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. 60 steps. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഗോൽക്കൊണ്ട കോട്ടയാണ്. ഹൈദരാബാദ് നഗരത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് ഗോൽക്കൊണ്ട കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഹുസൈൻ സാഗർ തടാകത്തിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ അകലെയാണ് ഇത്. 1143-ൽ ഒരു കുന്നിൻ മുകളിലാണ് ഇത് ആദ്യം മംഗൽ എന്നറിയപ്പെട്ടിരുന്നത്. വാറങ്കൽ രാജാവിൻ്റെ ഭരണകാലത്ത് ഇതൊരു മണ്ണുകോട്ടയായിരുന്നു. പിന്നീട് 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഇത് കോട്ട കെട്ടി ഉറപ്പിച്ചു. This sound will go to 450 feet to the top of this point, and if you clap from there, the sound will come down. So it's a signaling device. So this is the beauty of the architecture. The modern day architects call this as. കോട്ടവാതിൽ കയറിയെത്തുന്ന സ്ഥലത്ത് നിന്ന് കൈയടിച്ചാൽ മുകളിലുള്ള മച്ചിൽ തട്ടി കുറേ നേരം പ്രതിധ്വനിക്കും. പണ്ട് ഈ ശബ്ദം രാജാവിന് മുകളിൽ കേൾക്കാമായിരുന്നു. ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിഞ്ഞ് കോട്ടവാതിലുകൾ തുറന്നു കൊടുക്കാനും അടയ്ക്കാനും ഈ ശബ്ദം സഹായിച്ചിരുന്നു. കോട്ടയ്ക്ക് 9 വാതിലുകൾ ഉണ്ടായിരുന്നു. അകത്ത് കടന്നാൽ ധാരാളം കമാനങ്ങളുള്ള വിശാലമായ ഇടവഴിയിലൂടെ നടന്ന് തുറന്ന ഒരു പൂന്തോട്ടത്തിലെത്താം. കമാനങ്ങൾക്ക് ഇരുവശവും ധാരാളം മുറികളുണ്ടായിരുന്നു. ഗോൽക്കൊണ്ട കോട്ടയുടെ മുകളിൽ എത്തുന്നതിന് ഏകദേശം 365 കല്ലുപാകിയ പടവുകൾ കയറണം. ഈ പടവുകൾ കയറിക്കഴിഞ്ഞാൽ പ്രധാന കൊട്ടാരം ഭാഗത്ത് നമ്മൾ എത്തും. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് ഏകദേശം 250 പടവുകളാണ് ഉള്ളത്. പടവുകൾക്ക് നല്ല വീതിയുണ്ട്. പടവുകൾ കയറുന്നതിന് മുൻപ് തന്നെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കയറാൻ പറ്റുന്നവർ മാത്രം കയറിയാൽ മതി, അല്ലെങ്കിൽ താഴെ വിശ്രമിക്കാൻ പറഞ്ഞ്. തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങൾ കയറി താഴെ എത്തുമ്പോഴത്തേക്കും അവരെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും തന്നെ കയറി. എനിക്ക് കയറാൻ ഇത്തിരി മനസ്സില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ കയറി. മറ്റുള്ളവരെല്ലാവരും കയറുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ കയറാണ്ടിരിക്കണമെന്ന് വിചാരിച്ചു കയറി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ തൊപ്പി ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ ഈ തൊപ്പി നോക്കിയാണ് മറ്റുള്ളവരെ കണ്ടുപിടിക്കുന്നത്. ഇത് അവിടെയുള്ള ജഗദംബ ടെമ്പിളാണ്. കോട്ടയുടെ മുകളിൽ ഞങ്ങൾ അരമണിക്കൂറോളം ചെലവഴിച്ചു. അഞ്ച് മൈൽ ചുറ്റളവിലുള്ള കോട്ടക്കുള്ളിൽ
വൈവിധ്യമാർന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട്. 9 ഗേറ്റുകൾ, 52 ജനൽ വാതിലുകൾ, 48 ടണലുകൾ എന്നിവയാണ് കോട്ടയിലുള്ളത്. ഓരോ ഗോപുരത്തിലും പീരങ്കികളുണ്ട്. കോട്ടയ്ക്കുള്ളിൽ സ്വീകരണ ഹാൾ, വിചാരണ കേന്ദ്രം, അതിഥി മന്ദിരം, സൈനികർക്കുള്ള താവളങ്ങൾ, രാംദാസ് ജയിൽ, രാജ്ഞിമാരുടെ കൊട്ടാരങ്ങൾ, ആയുധപ്പുര, വിനോദ കേന്ദ്രങ്ങൾ, സ്റ്റോർ റൂമുകൾ, ഓയിൽ ശേഖരങ്ങൾ, പള്ളിക്കുളം, മേക്കപ്പ് റൂമുകൾ, ജലാശയങ്ങൾ, വ്യായാമ പരിശീലന കേന്ദ്രങ്ങൾ, പൂന്തോട്ടം എന്നിവയൊക്കെയുണ്ട്. കരിങ്കല്ലിൽ പടുതുയർത്തിയ കൂറ്റൻ മതിലുകളും രൂപങ്ങളും എല്ലാം കാണേണ്ടത് തന്നെയാണ്. കോട്ടയ്ക്ക് അടുത്ത് തന്നെയാണ് ഗോൽക്കൊണ്ട ആർമി ക്യാമ്പുള്ളത്. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനാണ് പോയത്. പിസ്ത ഹൗസിലാണ് കയറിയത്. ഹൈദരാബാദ് ബിരിയാണിയാണ് കഴിച്ചത്. ഹോട്ടലിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 19 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെട്ട്. കാരണം എൻ്റെ പ്രശ്നം തന്നെയായിരിക്കാം. എനിക്ക് അസുഖം വന്നതിന് ശേഷം ഞാൻ ദൂരയാത്രയൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി. ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അസ്വസ്ഥതയൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. ഹൈദരാബാദിൽ ചെന്നിട്ട് ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ലെന്ന് പറയാം. ആകെ കഴിച്ചേക്കുന്നത് സാലഡ് മാത്രമാണ്. ബിരിയാണിയൊക്കെ ഒരു പിടി മാത്രമാണ് ഞാൻ കഴിച്ചത്. ഭക്ഷണത്തിന് ശേഷം പുഡിംഗ് ഉണ്ടായിരുന്നു. ഒരു ബൗള് 2 പേര് ഷെയർ ചെയ്യണമായിരുന്നു. ഭക്ഷണത്തിന് ശേഷം കൈ കഴുകാനായിട്ട് ഒരു ബൗളിൽ ചൂടുവെള്ളവും നാരങ്ങയും ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഉച്ച കഴിഞ്ഞിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം.